LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എടുക്കണില്ലല്ലോ. ദേഷ്യം എന്റെ അടുത്ത് കാണിക്കണ എന്തിനാണ്? കാണിച്ച മമ്മിയെ വിളിച്ചു നോക്കാം. ഹലോ മമ്മി. ഒന്നുമില്ല മമ്മി, ചുമ്മാ വിളിച്ചതാ. ഓ പിന്നെ ഞാൻ മെറിലിനെ വിളിച്ചായിരുന്നു. ഇല്ല, അവളെടുത്തില്ല. അവള് വീട്ടിൽ ഉണ്ടോ? ഇല്ലേ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കണ? അയ്യോ, അല്ല ഒന്നുമില്ല മമ്മി, ഞാൻ ഇങ്ങനെ ചുമ്മാ അവളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ മമ്മി. ഓ ശരി, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണ്. മമ്മിക്ക് സുഖമല്ലേ? ഓ ശരി 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 ശരി. വീട്ടിലുമില്ല, കിടക്കുന്ന വിളിച്ചാ എടുക്കത്തൂ. എടുക്കണം. ചേട്ടാ എന്താടി എന്ത് ഇത്ര ചൂടാവുന്നേ? ഒന്നുമില്ല, നീ എന്തിനു വന്നേന്ന് പറ. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നയാ. പക്ഷെ ഇനി ഞാനിത് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാ പിന്നെ പോടി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാറിയില്ലേ? ആര് തമ്മില്? മെർലിൻ ചേച്ചി തമ്മില്. ചേട്ടാ ഇനി ഒരു മെർലിൻ ചേച്ചിയുടെ മനസ്സംബന്ധം നടത്തുവോ? എന്റെ പൊന്നു മക്കളെ, എനിക്കൊരു തേങ്ങ അറിഞ്ഞോളൂ, നീ ഒന്ന് എന്നോട് ചോദിക്കല്ലേ. ചേട്ടാ ചേട്ടൻ വിളിച്ചിട്ട് മെർലിൻ ചേച്ചി എടുത്തില്ലേ? അവള് ഫോണും എടുക്കണില്ല, തിരിച്ചിട്ട് വിളിക്കണമില്ല. എനിക്ക് അറിഞ്ഞു. ചേച്ചി ഇവിടെ ഇല്ലേ? അവളിവിടെ തന്നെ എറണാകുളം തന്നെ ഉണ്ട് മക്കളെ, ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയേക്കണം. പിന്നെന്ത് പറ്റി? എന്ത് പറ്റായിരുന്നു വെച്ചാ, അവളിപ്പോ മൊത്തത്തിൽ മൂഡ് ഓഫ് ആണ്. ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യം തീർക്കണം മൊത്തം എന്റെ തലയിൽ. ചേട്ടാ ഇപ്പഴല്ലേ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? എടീ, ഞാനാണോ ദേഷ്യം കാണിക്കണേ? അവളല്ലേ ദേഷ്യം കാണിക്കുന്നത്. ഇത് നീ അവളടുത്ത് പോയി പറ. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞ തൊണ്ടയിലെ വെള്ളം പറ്റി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ടടോ, രണ്ടും കൂടെ പുട എടുത്തോണ്ട് വരണം. എന്തൊരു വള്ളിയും കൊണ്ടാണോ എന്തോരോ വരണം. എന്താ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കണേ? ഞങ്ങള് വെറുതെ സംസാരിച്ചിരിക്കുന്നു. സംസാരിച്ചിരിക്കുന്നു? എന്തു പറ്റിയടാ? 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കണ്. ഭയങ്കര മൂഡ് ഔട്ടാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചുമക്കണ്. വയ്യാണോ നിനക്ക്? എന്താടാ? ഓ ഒന്നുമില്ല, ചെറിയൊരു നല്ല ചുമയുണ്ടല്ലോ കേശുവേ. ചുമ മാത്രമല്ല പ്രശ്നം, ഭയങ്കര തൊണ്ടവേദന. ഫുഡ് കഴിക്കാൻ പറ്റണില്ല, തൊണ്ടയിൽ അങ്ങോട്ട് ഇറങ്ങണില്ല. ഫുഡ് കഴിക്കാൻ പറ്റണില്ലേ? സാധാരണ എന്ത് സാഹചര്യമാണെങ്കിലും ഫുഡ് കഴിക്കണവനാണല്ലോ നീ. ഇത് ഫുഡ് കഴിക്കാൻ പറ്റണില്ലെങ്കിലേ എന്തോ മാരക പ്രശ്നമാണ് കേട്ടാ. കേശേ, ഇപ്പോഴത്തെ ഈ പനിയും ചുമയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ആശുപത്രി കൊണ്ടേ കാണിക്ക്. ആശുപത്രി ഒന്നും പോകണ്ട ചേച്ചി, അതിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും പോണം കേശു, ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ നോക്ക്. വണ്ടി ഇരിക്കുവല്ലേ? പോണാ? എടാ പോയി കാണിക്കടാ. പൈസ വല്ലത് വേണം, ഞാൻ തരാം. അല്ല പൈസ ഒന്നും വേണ്ട, പൈസ എന്റെ കയ്യിലുണ്ട്. എടാ കേശു, നീ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അത് വേണ്ട. അതെന്ത് വേണ്ടത്? എടാ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ വരാന്ന്. അത് ശരിയാവില്ല അമ്മായി, ഞാൻ പോയിട്ട് വരാം. എടാ ഒറ്റയ്ക്ക് പോകണ്ടടാ, ഞാൻ വരാം. ചുമ ഭയങ്കരമാണ്. ചിലപ്പോ അമ്മായി കൂടെ വന്ന് അമ്മായി കൂടെ ചുമ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചു. വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഉറപ്പാണോ? ഓ പൈസ ആണെങ്കിൽ പറയണേ. വേണ്ട ചേച്ചി, എന്റെ പൈസ ഉണ്ട്, ഞാൻ പൊക്കോളാം. സൗണ്ട് പോയി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോട്ട്. നല്ല ചുമയുണ്ടല്ലേ. നേരത്തെ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല.
പഠിക്കാനൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോ, വെറുതെ അങ്ങ് നിക്കുക. ക്യാരറ്റ് ആണോ? എടുത്തോ എടുത്തോ എടുത്തോ, 2 എടുത്തോ. പ്ലേറ്റ് വേണം അമ്മ. ആ കേശു പോയിട്ട് കുറെ നേരം ആയാലും ഇതുവരെയും കാണുന്നില്ലല്ലോ. അത് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വിഷമമുണ്ട്. ഇവന് എന്ത് വിഷമം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചേക്കോളൂ, പുറത്ത് ആരടുത്തും പറയില്ല. എല്ലായിടത്തും തമാശയും പറഞ്ഞ് ചിരിച്ചു കളിച്ചങ്ങ് നടക്കും. അതവന്റെ അച്ഛനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു. അവന് അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാനും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല. பாவம் தான் நம்ம கேசு அம்மா. எப்பவுமே எல்லாரும் சந்தோஷமா இருக்கிறது தான் அவனுக்கு பிடிக்கும். இப்போ எதா விஷயத்துல நம்ம கொஞ்சம் சோகமா இருந்தா கூட அவன் எதோ சொல்லி നമ്മളെല്ലാം சிரிக்க வைப்பான். ആ മെർലിനെ കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും അവരുടെ വീട്ടില്. ആ മെർലിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം വരണം. അത് തന്നെ, ഞാൻ ആ മെർലിന്റെ വീട്ടിൽ പോയേ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. ആ തോമസ് ചാക്കോടെ മുഖം ആലോചിക്കുമ്പോഴാ. ഏത് തോമസ് ചാക്കോ? അമ്മ തോമസ് ചാക്കോ അല്ല, വിൻസെന്റ് ഗോമസ്. ഏത് ഗോമസ് ആയാലും അവന് പേരിട്ടവൻ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, ഇനി ഞാൻ പേരിനെ കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇനി എല്ലാം കൂടെ വന്ന് എന്നെ പഞ്ഞിക്കിടാൻ വരും. കേശു പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ല, എന്ത് ഇത്ര നേരമായിട്ട് കാണാത്ത? എന്റെ പേടി അതൊന്നും അല്ലെന്നേ. ഒരു പരിധി കഴിഞ്ഞാൽ ആ ചെറുക്കിന് പിന്നെ ആരെയും പേടി ഉണ്ടാവില്ല. എല്ലാ അക്രമവും കാണിക്കുമെന്നാണ് എന്റെ ടെൻഷൻ. എൻ്റെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നേ, ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. ആ പേടി എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. ஏய், நீங்க யாராச்சும் கேசுவா கூப்பிட்டு பாத்தீங்களா? പാത്തീங்களா? ഞാൻ വിളിച്ചില്ല, നീ വിളിച്ചാ? ഞാൻ വിചാരിച്ച അമ്മായി വിളിച്ചു കാണും. ഞാൻ വിചാരിച്ച നീ വിളിച്ചാണോ? അത് ശരി. അത് ശരി. ഓഹോ, രണ്ടുപേരും കൂടെ അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോന്ന് പറഞ്ഞിട്ട് ചോദിച്ചോണ്ടിരിക്കുവാന്നോ? ഒരു കൊച്ചി ഇറക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് ഒരെണ്ണത്തിന് കൂടെ പോണെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ പോവാന്ന് പറഞ്ഞാണ്, അവനാണ് വരണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് എന്താ പോ, ഞാൻ വരണ്ടെന്ന് പറഞ്ഞാ പോകത്തില്ലയോ? അമ്മ കൊറേ തവണ ചോദിച്ച അവൻ വരണ്ടെന്ന് പറഞ്ഞോണ്ട് പോയില്ലേ കൂടെ. എന്തിനാ കിടന്ന് ഒച്ച എടുക്കുന്നത്? ഇപ്പൊ അവനെ വിളിച്ചാ പോരെ? ആ വിളിക്കണം. ആ വിളിക്കാം. ആ വിളിക്ക്. ഇത്ര വെപ്രാളം കാണിക്കാൻ ഞങ്ങള് വിളിച്ചോളാം. എനിക്ക് വെപ്രാളമുണ്ട്. എന്റെ കൊച്ച ഇറങ്ങി പോയേക്കുന്നത് വയ്യാതെ, അപ്പൊ എനിക്ക് വെപ്രാളം വരത്തില്ലയോ? ഇത് നോക്കണം. എന്ത് നീ നോക്കുന്നേ? നോക്കി പഠിപ്പിക്കുന്ന കയ്യില് ഫോണില്ലേ, വിളിച്ചോടി. ஓ, கொஞ்சம் சும்மா இருங்களேன். എന്തായാലും പറയുമ്പോ ഇങ്ങനെ ചാടി പോയാ മതിയല്ലോ. அம்மா அமைதி அம்மா. ചേട്ടാ, ചേട്ടനപ്പോ വന്ന് ഈ ചൂടത്തൊന്ന് പുറച്ചു കൂടി കിടക്കുന്ന ഇത് മാറ്റാൻ നോക്ക്. അയ്യോ അയ്യോ, മാറ്റല്ലേ മാറ്റല്ലേ, മാറേ വയ്യ, ഒട്ടും വയ്യ. 2 മണിക്കൂറിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഓ, അത് 2 മണിക്കൂറിന് മുമ്പല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു.
ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുതൽ കൈയും കാലും ഒന്നും എടുത്ത് പൊക്കാൻ വയ്യാതാ എൻ്റെ മക്കളെ. അയ്യോ ഓ டேய் நீ எப்ப வந்த? டேய் ஹாஸ்பிட்டல்ல போன விஷயம்லாம் எனக்கு தெரிஞ்சது. என்ன சொன்னாங்க அவங்க? ഓ ഡോക്ടർ പറഞ്ഞ് ഒട്ടും രക്ഷയില്ലാത്ത കേസാണ്. മിനിമം ഒരു 2 ആഴ്ച ഇല്ലെങ്കിൽ 2 മാസമെങ്കിലും എടുക്കും ഈ തൊണ്ട ശരിയാവാനെന്ന്. ഓ കണ്ട കിൻഡൽ കണക്കിന് മരുന്ന് തന്ന് വിട്ടേക്കണ കണ്ട. അയ്യോ ചേട്ടാ ഓ ചേട്ടനെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് തൊണ്ടവേദനയടി. സൗണ്ട് വരുന്നില്ല കണ്ട. ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടും പറ്റണില്ല. പനിയുണ്ടോ? ആ എന്നിട്ട് ചൂടില്ലല്ലോ. ഉൾപ്പനിയാ അതാര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ഓ എന്ത് ചേച്ചി? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ട നോക്ക് മരുന്ന് കണ്ടാ തന്നേ. ഇഷ്ടം പോലെ മരുന്ന് തന്നിട്ടുണ്ട്. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. അഡ്മിറ്റ് ചെയ്യാനാ? ഓ അമ്മായി അറിഞ്ഞ അമ്മായി ഇവന്റെ അടുത്ത് ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാടാ? ഓ പറഞ്ഞ് പിന്നെന്താ അഡ്മിറ്റ് ആക്കാത്തവര്? ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വരൂലേ? ഒരാൾ അവിടെ വന്ന് എപ്പോഴും നിൽക്കേണ്ടി വരൂലേ? ഇപ്പോൾ അതാ പാറു തന്നെ. നിങ്ങൾ എന്തായാലും അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കുമ്പോൾ എവളും അങ്ങോട്ട് വരും. അറിയാമല്ലോ ഹോസ്പിറ്റലിൽ ഫുള്ള് ചുമയും പനിയൊക്കെയാണ്. കൊച്ചിനും കൂടെ ചുമയും പനിയും വന്ന അയ്യോ. എടാ അവര് നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? പിന്നെ ഇതാ ഇഷ്ടംപോലെ മരുന്നിരിക്കണ് നോക്ക്. ഇഞ്ചക്ഷനും എടുത്ത്. ഇഷ്ടം പോലെ മരുന്ന്. ഓ കേശുവേ ഓ ഇതെന്തിനുള്ള മരുന്നടാ? ഇൻഫെക്ഷൻ ഉള്ള മരുന്നെന്നാ പറഞ്ഞേ. ഇൻഫെക്ഷൻ ഉള്ള മരുന്നാ? ആ ഇഞ്ചക്ഷനും എടുത്ത് ഇവിടെ ഇവിടെ തോളത്ത് ഈ നമ്മുടെ കൈയുടെ ഇവിടെ ഒക്കെ ആയിട്ട് ഷോൾഡറിൽ ഇവിടെ. ആ അവിടെ എടുത്ത് അയ്യോ തൊടല്ലേ. അയ്യോ വലിയ സൂചിയായിരുന്നു. അതെങ്ങനെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ലാതെ വണ്ടി എടുത്തോണ്ട് അങ്ങ് ചുറ്റിക്കറക്കമല്ലയോ. ഇനി കുറച്ച് ദിവസത്തിന് വണ്ടിയും കൊണ്ട് എങ്ങും ചുറ്റാൻ പോകണ്ട. ஆமாண்டா நீ நைட் எல்லாம் வெளியிலே போகாத. അയ്യോ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എന്നെ അങ്ങ് തീരെ രോഗിയാക്കല്ലേ. എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ എനിക്ക് ഇത്രയും വയ്യാന്നുള്ള കാര്യം ആരെയും വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അച്ഛനെയും അമ്മയൊക്കെ എന്തായാലും മെർലിൻ ചേച്ചി വിളിച്ച് പറയണം. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. വെറുതെ എന്തിനാ? എന്തായാലും തണുത്തോളം ഒന്നും കുടിക്കല്ലേ. ഇനി ചൂടുവെള്ളം കുടിച്ചാൽ മതി. ஆமாண்டா சுடு தண்ணி தான் ரொம்ப நல்லது. நானே போய் செஞ்சு கொண்டு வரேன். சூடா கஞ்சி குடிச்சா உடம்புக்கு ரொம்ப நல்லது. பின்ன ஆவி பிடிக்கணும்னா எங்கிட்டயே சொல்லு. மாத்திரையெல்லாம் ஏன் கையாலேயே எடுத்து கொடுக்குறேன். இப்போ உனக்கு கஞ்சி ரெடி பண்ணிட்டு சீக்கிரம் வரேன். അതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരിക്കാതെ അങ്ങോട്ടോ എങ്ങോട്ടോന്ന് വെച്ചാൽ പോവോ. എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ. ആ പിന്നെ പാറുവേ മെർലിനെ വല്ലതും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വയ്യാതെ കിടപ്പിലാന്നുള്ള കാര്യമൊന്നും പറയാൻ നിൽക്കല്ലേ. കേശുവേ നിനക്ക് വയ്യാത്തല്ലേടാ, നീ റെസ്റ്റ് എടുത്തോട്ടാ. ഇവിടെ എന്തിട്ടാ? ഇഞ്ചക്ഷൻ എടുത്തല്ലേ. ഓ പൊക്കോ പാട്. പാറുവേ പോടി പോയി വല്ല കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. ഓൻ വിളിക്കൂ. ഫോണോട് കൊടുത്ത് വിടണ്ടായിരുന്നു. ഒറിജിനായിട്ട് തൊണ്ടുപോകും തോന്നിട്ട് എങ്ങനെയാണെങ്കിൽ വിളിക്കുമായിരിക്കും. ചേട്ടാ
ആരെയും കാണാനില്ലല്ലോ. ആ കുരിപ്പ് വിളിച്ചു കാണുമോ ആർക്കറിയാം. ஆ நீ இங்க இருக்கியா? என்னடா அது அங்கேயே படுத்துக்கலாம்ல? ഓ ഞാൻ ഒരേ സ്ഥലത്ത് കുറെ നേരം ഇരിക്കുകയോ കിടക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാലേ വേറെ ഇറക്കി അതുകൊണ്ട് മിണ്ട അവിടെ വന്നിരുന്നു. ചേട്ടാ മെർലിൻ ചേച്ചി വിളിച്ചാ? ഓ അവള് വിളിച്ചൊന്നുമില്ല മക്കളെ. ചേട്ടാ സൗണ്ട് റെഡി ആയല്ല? സൗണ്ട് സൗണ്ട് റെഡി ആയിട്ടൊന്നുമില്ല മക്കളെ. അത് ഇങ്ങനെ ചില സമയം അങ്ങനെ തുറക്കും അടയ്ക്കും അടയ്ക്കും തുറക്കും. കണ്ട ഇപ്പൊ മൊത്തം അടഞ്ഞ്. ചേട്ടാ ഞാൻ മെർലിൻ ചേച്ചിയെ വിളിച്ചായിരുന്നു. ഞാൻ അസുഖത്തിന്റെ കാര്യം കുറച്ച് കൂട്ടി പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ആ എന്ന് മാത്രമേ ചേച്ചി പറയുന്നുള്ളൂ. എന്തെടി അങ്ങനെ? சுடு தண்ணிடா. ചൂട് തണ്ണിയാ? ஆமாடா, உடம்புக்கு ரொம்ப நல்லது, குடி. ശരി കനകാന്റി. ഓ பாரு போனை கொடு பாரு. ഞാൻ ഒന്നും കൂടെ മെർലിൻ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. டேய் சுடு தண்ணி குடி. പാറു മെർലിൻ ചേച്ചി വേറെ എന്തൊക്കെ പറഞ്ഞേ? വേറൊന്നും അങ്ങനെ പറഞ്ഞില്ല, മൂള മാത്രമേ ചെയ്തുള്ളൂ. ചേട്ടാ ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എന്നാലും ഞാൻ പറയട്ടെ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നില്ല, എന്നാ ഞാൻ പറയാന്ന്. എന്തായാലും പറയ, ചോദിക്കുക, എന്തേലും ചെയ്യും. സംസാരത്തിനൊന്നും ഒരു ചൂടില്ല, ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ആര് കാര്യം പാറു പറയണ? മെർലിൻ ചേച്ചിയുടെ കാര്യം. മെർലിനെ നീ വിളിച്ചിരുന്നോ? ആ കേശുവേ, മെർലിനെ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് വയ്യാത്ത കാര്യം അവളുടെ അടുത്ത് പറഞ്ഞപ്പോഴേ അവക്ക് ഒരു ചൂടുമില്ല, ഒരു കൂസലും ഇല്ല. അതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ എനിക്കൊരു സംശയം, മെർലിൻ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചാണോ? ഡേറ്റ് ഉറപ്പിച്ചാണോ? ഇത് ഒറിജിനൽ ചുമയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇത് ഒറിജിനൽ ചുമേ? അപ്പൊ എന്താ ഞാൻ ഇത്ര നേരം ചുമച്ച ഡ്യൂപ്ലിക്കേറ്റ് ചുമയെന്നാ? നീ പോയാ പറവേ, എല്ലാം ഒറിജിനൽ തന്നെ. കേശുവേ, അവള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. അയ്യോ ഇല്ല, ഇത് ഒറിജിനൽ ചുമ തന്നെ. അല്ല അതും എല്ലാം ഒറിജിനൽ ചുമ തന്നെ. എടാ അതല്ലടാ, മനസമ്മതത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? നീ എന്ത് ഫേസ് ചെയ്യാനും റെഡി ആയിരുന്നു. അമ്മ എന്തിനമ്മ ഉദ്ദേശിക്കണേ? മനസ്സമ്മതോ? ആരുടെ? മെർലിൻ ചേച്ചിയുടെ. ആണാ? ആര് വിളിച്ചു പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വണ്ടി എടു, എല്ലാവർക്കും അങ്ങോട്ട് എഴുന്നള്ള. എടാ നിനക്ക് തീരെ വയ്യെന്നല്ല പറഞ്ഞത്, എന്നിട്ടാണ് കൊച്ചുണ്ടാക്കണേ. ഇതേടാ അവിടെ. டேய் என்னடா இது, இந்த சுடு தண்ணி குடிக்காம இருக்க? அந்த சூடெல்லாம் ஆறி இருக்கும் இப்போ. அத குடு, இத குடி, சூடான கஞ்சி வெള്ളം. ഇങ്ങനെയാണെങ്കിലേ കേശു നല്ല വെള്ളം കുടിക്കേണ്ടി വരും. டேய் அரை மணி நேரம் முடிச்சிட்டு சூடான கஞ்சி கொண்டு தரேன். കഞ്ഞിയൊക്കെ എന്തിനാ? எதுக்குனா உன்னோட உடம்புக்கு நல்லதுடா, தெம்பா இருக்கும். ഓ ചേച്ചി മെർലിൻ ചേച്ചി വിളിച്ചാ? അതല്ലേ പാറു ഞാൻ പറഞ്ഞത്. ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഇവന്റെ കാര്യം പറഞ്ഞപ്പം അവക്ക് ഒരു കൂസലും ഇല്ല. എന്താടാ ആള് കൈവിട്ട് പോയാ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മെർലിനെ, എവിടെയാ? കളമശ്ശേരിയിലാ? അല്ല എന്തെങ്കിലും തിരക്കിലാണോ? ആഹാ ഇല്ല, ഞാൻ വെറുതെ വിളിച്ചതാ. അല്ല കുറച്ച് ദിവസമായല്ല കണ്ടിട്ട്. ഇവിടെ കേശുവിന് തീരെ വയ്യ. എന്താന്ന്? മതി. ഓ ഫ്രീ ആയിട്ട് തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ. നിനക്ക് തീരെ വയ്യെന്ന് പറഞ്ഞപ്പോ ഓ ഒന്നും പറഞ്ഞിട്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, കട്ട് ചെയ്തിട്ട് പോയി. டேய் கேசு, இந்த சுடு தண்ணியில இஞ்சி போட்டு குடிச்சுனா உடம்புக்கு தெம்பா இருக்கும். എനിക്ക് കുറച്ച് വിഷം കലക്കി തന്നെ എന്നെ അങ്ങ് കൊല്ലൂ. அப்படியெல்லாம் சொல்லாதடா, நான் இப்பவே எடுத்துட்டு வரேன். വിഷമോ? அல்ல, இஞ்சி வெள்ளம். നീ എന്തൊക്കെയാണ് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയണത്? ഞാൻ പിന്നെ എന്ത് പറയണം? ഞാൻ പോയി ഒന്നുകൂടെ ഒന്ന് മെർലിൻ ചേച്ചി വിളിച്ചിട്ട് വരാം. വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. ഒന്നുമില്ല, വിളിച്ചോ.
കേശുവിന്റെ സമയം തീരെ നല്ലതല്ലെന്ന് തോന്നുന്നു കേട്ടോ. പോയാലോ നമുക്ക്? പോലോ. പൊന്നുമോൻ ചൂടുവെള്ളം എന്നോ കഞ്ഞിവെള്ളോ? അഞ്ഞി വെള്ളം. ആ കഞ്ഞി കൂടി. ഇഞ്ചിയിട്ട കഞ്ഞിവെള്ളം. അതെ, ഗുളിക കഴിക്കാൻ കുറച്ച് മരുന്ന് കിട്ടൂ, കുറച്ച് വെള്ളം കിട്ടുമോ? என்னடா கேசு எதுக்குடா கூப்பிட்ட? ഞാൻ ചോദിച്ചു കേട്ടില്ലേ അപ്പോ? இல்லடா. ഗുളിക കഴിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോന്ന്. ആ തരേനേ. ചേട്ടാ, ഓ ഞാൻ 2 പ്രാവശ്യം മെർലിൻ ചേച്ചി വിളിച്ച്, പക്ഷെ എടുത്തില്ല. ചേട്ടാ, ചേട്ടാ തീരെ വയ്യേ. നിനക്ക് എന്നെ കണ്ടിട്ട് എന്തോന്ന് വെച്ചേ? ஐயோ நீ தண்ணி கேட்டல, இப்பவே கொண்டு தரேன். ചേട്ടാ, മുമ്പേ വിളിച്ചപ്പോ ചേട്ടാ തീരെ വയ്യാന്ന് പറഞ്ഞ. മുമ്പേ വിളിച്ചപ്പോ ആര്? മെർലിൻ ചേച്ചി വിളിച്ചപ്പോ ഞാൻ തീരെ വയ്യാന്ന് പറഞ്ഞ. എന്നിട്ട് മെർലിൻ ചേച്ചി വന്ന് കാണുകയും ചെയ്തില്ലല്ലോ. എന്നെ ആരും വന്ന് കാണുമൊന്നും വേണ്ട. പിന്നെ ആരും വന്ന് എന്നെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുവാണല്ലോ. എന്തിനാ ചെറുക്കാൻ കിടന്ന് കാറി പൊളിക്കണേ? മനുഷ്യൻ ചെവിതല്ല വരൂലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ശബ്ദം ഇപ്പൊ ശരിയാവുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ സംസാരിച്ചാന്ന് തോന്നുന്നു എനിക്ക് എന്റെ തൊണ്ട പോണത്. അയ്യപ്പം ചേട്ടാ, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേട്ടനെ കാണാൻ മെർലിൻ ചേച്ചി ഇവിടെ വരും. ഇപ്പൊ അതൊന്നും ചർച്ച ചെയ്യണ്ട, ആദ്യം അവന്റെ അസുഖം ഒന്ന് മാറട്ടെ. டே தண்ணி குடி, மாத்திரை சாப்பிடு. லெச்சு, நம்மளுக்கு நெய்யாட்டிங்கரை கொஞ்சம் கூப்பிட்டு சொல்லணும், அவனுக்கு உடம்பு முடியலன்னு. നെയ്യാറ്റിൻകര മാത്രമാക്കണ്ട, മധുരനെ കൂടെ വിളിച്ചു പറ. டேய் நான் சொன்னேன், என்னோட அப்பா கூப்பிட்டப்போ உனக்கு உடம்பு முடியாத விஷயம் நான் சொன்னேன். അമ്മുമ്മ, അറിയിക്കേണ്ടവരുടെ അടുത്തൊക്കെ അറിയിച്ചോ? എന്തോന്ന് വെച്ചാ ഇതൊക്കെ വിളിച്ചു പറയണേ? അല്ല, ചേട്ടന് വയ്യാതിരിക്കുന്ന കാര്യം അച്ഛനും അമ്മ അടുത്തൊക്കെ പറയണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. கேசு, உனக்கு சூடா கஞ்சி எடுக்கட்டா? ഇപ്പൊ വേണ്ട കേട്ടാ. എന്തടാ, ആഹാരം പോലെ നേരെ ചൊവ്വ ഇറങ്ങണില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങ് ചെയ്യ്, പിന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്യ്. എന്ത് ഫുൾ ബോഡി ചെക്കപ്പ് അല്ലേ? ആ ചെയ്യാം. പക്ഷേ പ്രത്യക്ഷത്തിൽ അസുഖമൊന്നും കാണുന്നില്ല. ശബ്ദം ഇടയ്ക്ക് ശരിയാവുന്നുണ്ട്. അയ്യോ, അതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചുമ? കൊറേ അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച് അടിയിടി ചവിട്ടൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ പണ്ട് കാലത്തെ. അതൊക്കെ എല്ലാം കൂടി ഇപ്പൊ പുറത്തേക്ക് വന്നതായിരിക്കും. അതാ പണ്ട് കാലത്ത് 10-65 വർഷം മുമ്പ് ജയിച്ച് പോയിച്ചു ഇവിടുന്ന്. ഓ, തൊള്ളറക്കണ യാതൊരു കുഴപ്പം നിനക്കില്ല. ഓ, ഞാൻ തൊള്ളറക്കണാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. டே கேசு, இந்த சூடுல எப்படிடா இந்த ஷீட் எல்லாம் மூடிட்டு இருக்க? ഭയങ്കര തണുപ്പായിരിക്കും, പനിയല്ലേ. കേശു, എടാ മെർലിൻ വിളിച്ചിരുന്നു. എന്നിട്ട് എടാ അവരവിടെ നിന്ന് ഇറങ്ങിന്ന്. ഇങ്ങോട്ട് വരാൻ പോന്നാ? ഇങ്ങോട്ട് വരണമെന്നല്ല, കട്ടപ്പനയിൽ വെച്ച് അവളെ ഏതോ കസിന്റെ എൻഗേജ്മെന്റ് ആണ് മറ്റന്നാ. അങ്ങോട്ടേക്ക് അവരെല്ലാരും കൂടെ ഇറങ്ങി. ഓ, ഇനിയിപ്പൊ ഇങ്ങോട്ട് വരുന്നൊന്ന് പ്രതീക്ഷിക്കണ്ട. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബന്ധുക്കളെ എല്ലാം കണ്ടിട്ട് ചേച്ചിയുടെ മനസ്സമ്മ അങ്ങ് ഉറപ്പിക്കും. கேசு, கேசு, എന്താ? கஞ்சி எடுக்கட்டா? കൊല്ല കഞ്ഞി മരുന്ന് ആളെ കൊല്ലാനായിട്ട്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനായിട്ട് തോന്നുന്നു? ഒരുത്തൈ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാ കഞ്ഞി എടുക്കട്ടെ, തേങ്ങ എടുക്കട്ടെ, എന്തിനു പറഞ്ഞ എന്താ എന്ത് പറഞ്ഞ പോയി ചെക്കപ്പ് ചെയ്യാനാ? ചെക്കപ്പ് ചെയ്യണല്ലോ ഞാൻ ഇനി, ചെക്കപ്പ് ചെയ്യണം. എന്നാ എന്റെ അസുഖം എന്തിനാണ്? എന്റെ അസുഖം എന്താണെന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചോ? ഞാൻ ചോദിക്കാം, നിന്റെ അസുഖം എന്താ? എനിക്ക് ഒരു അസുഖവും ഇല്ല. എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരൊറ്റ ആൾ ഇവിടെ ശ്രമിച്ചാടി. ചേട്ടാ, അപ്പൊ ചേട്ടൻ പനി ഇല്ലേ? എനിക്കൊരു തേങ്ങയില്ല എന്റെ പൊന്നു കൊച്ച്. അങ്ങനെ വരട്ടെ. ചേട്ടൻ അസുഖം അഭിനയിച്ച് മെർലിൻ ചേച്ചി ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടിയായിരുന്നല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ വിടൂല.
ഞാൻ വിടൂല. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.